നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു മറ്റ് അബ്രിവേഷൻസിലേക്ക്. ജിയാക് ആൻഡ് GMO രണ്ടും ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ജിയാക് എന്താണ്? ജിയാക് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി അല്ലേ. എന്തെങ്കിലും പ്രോബ്ലംസ് ഈ പറയുന്ന ഓർഗാനിസത്തിനെ ഉപയോഗിച്ച് എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ സമൂഹം ചെയ്യുന്നോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു കമ്മിറ്റിയാണ് ജിയാക്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതോടൊപ്പം തന്നെ GMO നമ്മൾ ജനിതകപരമായിട്ട് മാറ്റം വരുത്തിയ ട്രാൻസ്ജനിക് ആനിമലാണ് എന്ത്? GMO. ഫസ്റ്റ് ട്രാൻസ്ജനിക് ആനിമൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ജനിക് ആനിമൽ ഏതെന്നറിയാം, അത് മൈസാണ്. ഇവിടെ GMOയുടെ ഫുൾ ഫോം ചോദിക്കുന്നു. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ്. മറ്റൊരു പേരാണ് ട്രാൻസ്ജനിക് ആനിമൽസ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ബയോ റിസോഴ്സസ്. ചില മൾട്ടിനാഷണൽ കമ്പനീസ് ഒരു തരത്തിലുള്ള പ്രോപ്പർ ഓതറൈസേഷൻ കൂടാതെ ചില ബയോ റിസോഴ്സസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രോസസിനെ വിളിക്കുന്ന ആ പറയുന്ന പ്രോപ്പർട്ടി അറിയപ്പെടുന്ന പേരാണെന്ത്? ബയോ പൈറസി എന്നുള്ള കാര്യം ഓർക്കുക. ബയോ പൈറസി. നെയിം ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ BT ടോക്സിൻ അല്ലേ. BT ടോക്സിൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആണ്. അത് ചില ഇൻസെക്റ്റുകളുടെയൊക്കെ പെസ്റ്റുകളുടെയൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ pH മുഖേന എന്താകും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവ് ആകും. അതിന് കാരണമായിട്ടുള്ള ജീൻ്റെ പേരാണ് ക്രൈജീൻ അല്ലേ. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീനാണിത്, സ്പീഷീസ് സ്പെസിഫിക് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള കോട്ടൺ ബോൺ വേം അല്ലെങ്കിൽ കോൺ ബോറേഴ്സ് ഇവരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന BT ടോക്സിനുകൾ ഉപയോഗിക്കാം അല്ലേ. അതാണ് ക്രൈജീൻ. ദെൻ ബോണ്ട് പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമൻ ഇൻസുലിൻ. ഒരു ഹ്യൂമൻ ഇൻസുലിൻ നമുക്കറിയാം, ഈ എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് ആദ്യമായിട്ട് ഒരു ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്ത് ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ ആ ഇൻസുലിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യനാണ്, ഫിഗർ തന്നിട്ട് അതിനകത്തുള്ള ബോണ്ടിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ ആ ബോണ്ടിൻ്റെ പേര് നിങ്ങൾ എന്തെഴുതുക? ഡൈസൾഫൈഡ് ബോണ്ട് എന്നെഴുതുക, ഡൈസൾഫൈഡ് ബോണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ്, രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ആ പറയുന്ന സ്പീഷീസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചുണ്ടാക്കുന്നവരാണിത് സൊമാറ്റിക് ഹൈബ്രിഡുകൾ. സൊമാറ്റിക് ഹൈബ്രിഡിന് എക്സാമ്പിൾ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്